ഖാലിദിന് കോടതി നൽകിയ 3 ദിവസത്തെ ജാമ്യം കഴിഞ്ഞപ്പോൾ തിഹാർ ജയിലിലേക്ക് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ എഴുതിയ വാചകം ശ്രദ്ധേയമായി. നിങ്ങൾക്ക് പാട്ടുകാരനെ തടവിലിടാം, പക്ഷേ പാട്ടിനെ തടവിലിടാൻ കഴിയില്ല. ശ്രദ്ധേയമായ ഒരു കോട്ടാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ തുന്നിച്ചേർത്തിയിരിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന വാചകമാണ് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പതിപ്പിച്ചത്. NRC CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത JNUവിൽ പഠിച്ച രാജ്യത്തെ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉമർ ഖാലിദ്. ജയിലിലടക്കുക എന്നത് ഫാഷിസ്റ്റ് സർക്കാരുകൾ എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യമാണ്. മോദി സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാജ്യത്തെ ചെറുപ്പക്കാരുടെ പ്രതിഷേധമാണ്. ചിന്തിക്കുന്ന യുവതയെ ജയിലിലടച്ചുകൊണ്ട് എല്ലാ പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിൻ്റെ നയം. വിചാരണ നടത്തുകയോ കുറ്റം തെളിയിക്കുകയോ ചെയ്യാൻ കഴിയില്ല എന്ന് സർക്കാരിനും കോടതികൾക്കും അന്വേഷണ ഏജൻസികൾക്കും ഉറപ്പുള്ളപ്പോഴും അനന്തമായി തടവിൽ പാർപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിൻ്റെ ലൈൻ. മാനിപ്പുലേറ്റഡ് കേസുകൾ എടുക്കാൻ സംവിധാനങ്ങൾക്ക് സാധിക്കും, പക്ഷേ ആത്യന്തികമായ സത്യവും നീതിയും പുലരുക തന്നെ ചെയ്യും. ഒരു പാട്ടുകാരനെ നിങ്ങൾക്ക് ജയിലിലടക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയെ, ആ സർഗാത്മകതയിൽ നിന്നുണ്ടായ പാട്ടിനെ ഒരിക്കലും തടവിൽ പാർപ്പിക്കാൻ കഴിയില്ല. ഉമർ ഖാലിദിനെയും ചിന്തിക്കുന്ന ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള നിരപരാധികളെ, ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരെ ജയിലിൽ പാർപ്പിക്കാൻ സർക്കാരിന് സാധിക്കും, പക്ഷേ പ്രതിഷേധങ്ങളെയോ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങളെയോ ജയിലിലടക്കാൻ സർക്കാരിന് സാധിക്കുകയില്ല. ശസ്ത്രക്രിയക്ക് കൂടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് 3 ദിവസം ആ ചെറുപ്പക്കാരന് കോടതി ജാമ്യം അനുവദിച്ചത്. ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന ജയിൽ ശിക്ഷയിലധികം വിചാരണ തടവുകാരനായി ഉമർ ഖാലിദ് തിഹാർ ജയിലിൽ കഴിഞ്ഞു. അപ്പോഴും നീതി അകലെയാണ്. നമ്മുടെ കോടതികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉമർ ഖാലിദ് നിങ്ങൾക്ക് ജാമ്യമില്ല, ഉമർ ഖാലിദ് നിങ്ങൾക്ക് നീതിയില്ല, ഉമർ ഖാലിദ് നിങ്ങളോട് ഞങ്ങൾക്ക് നീതി കാണിക്കാൻ കഴിയില്ല, ഉമർ ഖാലിദ് നിങ്ങൾക്ക് വിചാരണയില്ല, ഉമർ ഖാലിദ് നിങ്ങൾക്കുള്ളത് തടവറ മാത്രമാണ് എന്ന് നിരന്തരം ഭരണകൂടവും ജുഡീഷ്യറിയും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.